ഹായ് ഫ്രണ്ട്സ്, ഗോൾഡൻ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള ഇന്ത്യയിലെ ഗവർണർ ജനറൽമാരും വൈസ്രോയിമാരും എന്നൊരു ടോപ്പിക്കാണ്. LGSന് ശ്രമിക്കുന്ന എല്ലാവർക്കും ഈ ക്ലാസ് വളരെ പ്രയോജനപ്പെടും. ക്ലാസ് പൂർണ്ണമായും കണ്ടുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യത്തെ ഔദ്യോഗിക ഗവർണർ ജനറൽ ആരായിരുന്നു? വില്യം ബെൻറിക്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യത്തെ ഔദ്യോഗിക ഗവർണർ ജനറൽ ആരായിരുന്നു? വില്യം ബെൻറിക്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1793 ബംഗാളിൽ നടപ്പാക്കിയ ഗവർണർ ജനറൽ ആര്? കോൺവാലിസ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1793 ബംഗാളിൽ നടപ്പാക്കിയ ഗവർണർ ജനറൽ ആര്? കോൺവാലിസ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷ് സേനയെ നയിച്ച ശേഷം ഇന്ത്യയുടെ ഗവർണർ ജനറൽ പദവി വഹിച്ചതാര്? കോൺവാലിസ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷ് സേനയെ നയിച്ച ശേഷം ഇന്ത്യയുടെ ഗവർണർ ജനറൽ പദവി വഹിച്ചതാര്? കോൺവാലിസ്. വെല്ലൂർ പട്ടാള ലഹള നടക്കുമ്പോൾ ഗവർണർ ജനറൽ ആരായിരുന്നു? ജോർജ് ബാർലോ. വെല്ലൂർ പട്ടാള ലഹള നടക്കുമ്പോൾ ഗവർണർ ജനറൽ ആരായിരുന്നു? ജോർജ് ബാർലോ. സൈനിക സഹായ വ്യവസ്ഥയിൽ ബ്രിട്ടീഷുകാരുമായി ചേർന്ന ആദ്യത്തെ നാട്ടുരാജ്യം? ഹൈദരാബാദ്. സൈനിക സഹായ വ്യവസ്ഥയിൽ ബ്രിട്ടീഷുകാരുമായി ചേർന്ന ആദ്യത്തെ നാട്ടുരാജ്യം? ഹൈദരാബാദ്. ഇന്ത്യയിൽ വച്ച് വധിക്കപ്പെട്ട ഏക വൈസ്രോയ് ആര്? മേയോ. ഇന്ത്യയിൽ വച്ച് വധിക്കപ്പെട്ട ഏക വൈസ്രോയ് ആര്? മേയോ. വൈസ്രോയ് മേയോ വധിക്കപ്പെട്ടത് എവിടെ വച്ചാണ്? ആൻഡമാനിൽ. വൈസ്രോയ് മേയോ വധിക്കപ്പെട്ടത് എവിടെ വെച്ചാണ്? ആൻഡമാനിൽ. 1872 ഫെബ്രുവരി 8 പോർട്ട് ബ്ലെയറിൽ വച്ച് അദ്ദേഹത്തെ വധിച്ച തടവുകാരനായി? ഷേർ അലി. 1872 ഫെബ്രുവരി 8 പോർട്ട് ബ്ലെയറിൽ വച്ച് അദ്ദേഹത്തെ വധിച്ച തടവുകാരനായി? ഷേർ അലി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ്. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് വൈസ്രോയ് ആരായിരുന്നു? കാനിങ്. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് വൈസ്രോയ് ആരായിരുന്നു? കാനിങ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ്. 1857 ഇന്ത്യയിലെ ആദ്യത്തെ 3 സർവകലാശാലകൾ കൊൽക്കത്ത, മുംബൈ, മദ്രാസ് എന്നിവിടങ്ങളിൽ സ്ഥാപിച്ച ഗവർണർ ജനറൽ ആര്? കാനിങ്. 1857 ഇന്ത്യയിലെ ആദ്യത്തെ 3 സർവകലാശാലകൾ കൊൽക്കത്ത, മുംബൈ, മദ്രാസ് എന്നിവിടങ്ങളിൽ സ്ഥാപിച്ച ഗവർണർ ജനറൽ? കാനിങ്. ഗവർണർ ജനറൽ പദവി വൈസ്രോയ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷമേത്? 1858. ഗവർണർ ജനറൽ പദവി വൈസ്രോയ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷമേത്? 1858. 1905 ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയ് ആര്? കൾസൺ. 1905 ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയ് ആര്? കൾസൺ. ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വൈസ്രോയ് ആര്? ഹാർഡിച്ച് രണ്ടാമൻ. ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വൈസ്രോയ്? ഹാർഡിച്ച് രണ്ടാമൻ. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ട വൈസ്രോയ് ആര്? റിപ്പൺ.
ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ട വൈസ്രോയ് ആര്? റിപ്പൺ. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആര്? വെല്ലസി. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആര്? വെല്ലസി. 1829 സതി നിരോധിച്ച ഗവർണർ ജനറൽ ആര്? വില്യം ബെൻട്രിക്. 1829 സതി നിരോധിച്ച ഗവർണർ ജനറൽ ആര്? വില്യം ബെൻട്രിക്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആര്? ഡൽഹൌസി. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആര്? ഡൽഹൌസി. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിക്കുമ്പോൾ ഗവർണർ ജനറൽ ആരായിരുന്നു? ഡൽഹൌസി. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിക്കുമ്പോൾ ഗവർണർ ജനറൽ ആരായിരുന്നു? ഡൽഹൌസി. 1878 നാട്ടുഭാഷാ പത്രമാരണ നിയമം നടപ്പിലാക്കിയ വൈസ്രോയ് ആര്? ലിട്ടൺ. 1878 നാട്ടുഭാഷാ പത്രമാരണ നിയമം നടപ്പിലാക്കിയ വൈസ്രോയ് ആര്? ലിട്ടൺ. 1885 കോൺഗ്രസിൻ്റെ രൂപവത്കരണ കാലത്ത് വൈസ്രോയ് ആരായിരുന്നു? ഡഫറിൻ. 1885 കോൺഗ്രസിൻ്റെ രൂപവത്കരണ കാലത്ത് വൈസ്രോയ് ആരായിരുന്നു? ഡഫറിൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല സമയത്തെ വൈസ്രോയ് ആര്? ചെംസ്ഫോർഡ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല സമയത്തെ വൈസ്രോയ് ആര്? ചെംസ്ഫോർഡ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ വൈസ്രോയ് ആരായിരുന്നു? ലിൻ ലിത്ഗോ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ വൈസ്രോയ് ആരായിരുന്നു? ലിൻ ലിത്ഗോ. ഒന്നാം വട്ടമേശ സമ്മേളന കാലത്ത് വൈസ്രോയ് ആരായിരുന്നു? ഇർവിൻ. ഒന്നാം വട്ടമേശ സമ്മേളന കാലത്ത് വൈസ്രോയ് ആരായിരുന്നു? ഇർവിൻ. ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വച്ച വൈസ്രോയ് ആര്? ലിൻ ലിത്ഗോ. ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വച്ച വൈസ്രോയ് ആര്? ലിൻ ലിത്ഗോ. ഇന്ത്യയെ രണ്ടായി വിഭജിക്കാനുള്ള ബാൾക്കൻ പദ്ധതിക്ക് രൂപം നൽകിയ വൈസ്രോയ് ആര്? മൗണ്ട് ബാറ്റൻ. ഇന്ത്യയെ രണ്ടായി വിഭജിക്കാനുള്ള ബാൾക്കൻ പദ്ധതിക്ക് രൂപം നൽകിയ വൈസ്രോയ് ആര്? മൗണ്ട് ബാറ്റൻ. 1835 ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷാക്കി മാറ്റിയ ഗവർണർ ജനറൽ ആര്? വില്യം ബെൻട്രിക്. 1835 ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷാക്കി മാറ്റിയ ഗവർണർ ജനറൽ ആര്? വില്യം ബെൻട്രിക്. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെട്ട ഗവർണർ ജനറൽ ആര്? ഡൽഹൌസി. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെട്ട ഗവർണർ ജനറൽ ആര്? ഡൽഹൌസി. ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന 1854 വുഡ് ഡെസ്പാച്ച് നടപ്പിലാക്കിയ ഗവർണർ ജനറൽ? ഡൽഹൌസി. ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന 1854 വുഡ്സ് ഡെസ്പാച്ച് നടപ്പാക്കിയ ഗവർണർ ജനറൽ? ഡൽഹൌസി. പൊതുമരാമത്ത് വകുപ്പ് നിലവിൽ വന്നത് ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ്? ഡൽഹൌസി. പൊതുമരാമത്ത് വകുപ്പ് നിലവിൽ വന്നത് ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ്? ഡൽഹൌസി. വിക്ടോറിയ രാജ്ഞിയെ ഇന്ത്യയുടെ ചക്രവർത്തിനിയായി പ്രഖ്യാപിച്ച 1877 ഡൽഹി ദർബാർ നടക്കുമ്പോഴത്തെ വൈസ്രോയ് ആരായിരുന്നു? ലിട്ടൺ. വിക്ടോറിയ രാജ്ഞിയെ ഇന്ത്യയുടെ ചക്രവർത്തിനിയായി പ്രഖ്യാപിച്ച 1877 ഡൽഹി ദർബാർ നടക്കുമ്പോഴത്തെ വൈസ്രോയ് ആരായിരുന്നു? ലിട്ടൺ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സെൻസസ് 1881 നടക്കുമ്പോൾ വൈസ്രോയ് ആരായിരുന്നു? റിപ്പൺ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സെൻസസ് 1881 നടക്കുമ്പോൾ വൈസ്രോയ് ആരായിരുന്നു?
റിപ്പൺ. ഇംഗ്ലീഷുകാരായ കുറ്റവാളികളെ വിചാരണ ചെയ്യാൻ ഇന്ത്യക്കാരായ ജഡ്ജിമാരെ അനുവദിച്ച നിയമമേത്? ഇൽബർട്ട് ബിൽ. ഇംഗ്ലീഷുകാരായ കുറ്റവാളികളെ വിചാരണ ചെയ്യാൻ ഇന്ത്യക്കാരായ ജഡ്ജിമാരെ അനുവദിച്ച നിയമമേത്? ഇൽബർട്ട് ബിൽ. നാട്ടുഭാഷാ പത്രമാരണ നിയമം റദ്ദാക്കിയ വൈസ്രോയ് ആര്? റിപ്പൺ. നാട്ടുഭാഷാ പത്രമാരണ നിയമം റദ്ദാക്കിയ വൈസ്രോയ് ആര്? റിപ്പൺ. ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റുമ്പോൾ വൈസ്രോയ് ആര്? ഹാർഡിച്ച്. ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റുമ്പോൾ വൈസ്രോയ് ആര്? ഹാർഡിച്ച്. 1919 റൗലറ്റ് നിയമം പാസാക്കിയ വൈസ്രോയ് ആര്? ചെംസ്ഫോർഡ്. 1919 റൗലറ്റ് നിയമം പാസാക്കിയ വൈസ്രോയ് ആര്? ചെംസ്ഫോർഡ്. ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ വൈസ്രോയ് ആരായിരുന്നു? ചെംസ്ഫോർഡ്. ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ വൈസ്രോയ് ആരായിരുന്നു? ചെംസ്ഫോർഡ്. 1876-78 മഹാക്ഷാമകാലത്തെ വൈസ്രോയ് ആരായിരുന്നു? ലിട്ടൺ. 1876-78 മഹാക്ഷാമകാലത്തെ വൈസ്രോയ് ആരായിരുന്നു? ലിട്ടൺ. കോൺഗ്രസ് നിസ്സഹകരണ സമരം ആരംഭിക്കുമ്പോൾ വൈസ്രോയ് ആരായിരുന്നു? ചെംസ്ഫോർഡ്. കോൺഗ്രസ് നിസ്സഹകരണ സമരം ആരംഭിക്കുമ്പോൾ വൈസ്രോയ് ആരായിരുന്നു? ചെംസ്ഫോർഡ്. 1865 കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നിവിടങ്ങളിൽ ഹൈക്കോടതികൾ സ്ഥാപിച്ച വൈസ്രോയ് ആര്? ജോൺ ലോറൻസ്. 1865 കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നിവിടങ്ങളിൽ ഹൈക്കോടതികൾ സ്ഥാപിച്ച വൈസ്രോയ് ആര്? ജോൺ ലോറൻസ്. ഇന്ത്യൻ പ്രസിൻ്റെ വിമോചകൻ എന്നറിയപ്പെട്ട ഗവർണർ ജനറൽ ആര്? ചാൾസ് മെറ്റ്കാഫ്. ഇന്ത്യൻ പ്രസിൻ്റെ വിമോചകൻ എന്നറിയപ്പെട്ട ഗവർണർ ജനറൽ ആര്? ചാൾസ് മെറ്റ്കാഫ്. വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരങ്ങൾക്കായി ഹണ്ടർ കമ്മീഷനെ നിയമിച്ച വൈസ്രോയ് ആര്? റിപ്പൺ. വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരങ്ങൾക്കായി ഹണ്ടർ കമ്മീഷനെ നിയമിച്ച വൈസ്രോയ് ആര്? റിപ്പൺ. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് വൈസ്രോയ് ആര്? കൾസൺ. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് വൈസ്രോയ് ആര്? കൾസൺ. ആലപ്പുഴയെ കിഴക്കിൻ്റെ വെന്നീസ് എന്ന് വിശേഷിപ്പിച്ച വൈസ്രോയ്? കൾസൺ. ആലപ്പുഴയെ കിഴക്കിൻ്റെ വെന്നീസ് എന്ന് വിശേഷിപ്പിച്ച വൈസ്രോയ്? കൾസൺ. ഇന്ത്യൻ സർവകലാശാല നിയമം പാസാക്കിയ വൈസ്രോയ് ആര്? കൾസൺ. ഇന്ത്യൻ സർവകലാശാല നിയമം പാസാക്കിയ വൈസ്രോയ് ആര്? കൾസൺ. 1911 ബംഗാൾ പ്രസിഡൻസിക്ക് രൂപം നൽകിയ വൈസ്രോയ് ആര്? ഹാർഡിച്ച് രണ്ടാമൻ. 1911 ബംഗാൾ പ്രസിഡൻസിക്ക് രൂപം നൽകിയ വൈസ്രോയ് ആര്? ഹാർഡിച്ച് രണ്ടാമൻ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? മൗണ്ട് ബാറ്റൻ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? മൗണ്ട് ബാറ്റൻ. സ്വതന്ത്ര ഇന്ത്യയുടെ രണ്ടാമത്തെ ഗവർണർ ജനറൽ ആര്? സി രാജഗോപാലാചാരി. സ്വതന്ത്ര ഇന്ത്യയുടെ രണ്ടാമത്തെ ഗവർണർ ജനറൽ ആര്? സി രാജഗോപാലാചാരി. ഇന്ത്യയുടെ ഗവർണർ ജനറലായ ഏക ഇന്ത്യക്കാരനാര്? സി രാജഗോപാലാചാരി. ഇന്ത്യയുടെ ഗവർണർ ജനറലായ ഏക ഇന്ത്യക്കാരനാര്? സി രാജഗോപാലാചാരി. ഹായ് ഫ്രണ്ട്സ്, ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.